ഹായ്, ചോറിന് കൂട്ടാനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ കുറഞ്ഞത് 2 മാസം വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1/2 കപ്പ് തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് നമുക്ക് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പരിപ്പ് വറുക്കാൻ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് പരിപ്പ് വറുക്കേണ്ടത്. കളറ് മാറുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി ഈ ചൂടിൽ തന്നെ വറുത്താൽ മതി. കൂടുതലായിട്ട് വറുത്തിട്ട് കരിഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പരിപ്പ് വറുത്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. 3 ടൈപ്പ് പരിപ്പാണ് നമ്മൾ ഈ പരിപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അടുത്തായിട്ട് സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് അളവിൽ ചെറിയ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് പായസം ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന ചെറുപയർ പരിപ്പാണിത്. ഇതും സെയിം രീതിയിൽ തന്നെ വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കാം. അപ്പോൾ ഇതുപോലെ വറുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തായിട്ട് എടുക്കുന്നത് പൊട്ടുകടലയാണ്. 1/2 കപ്പ് അളവിൽ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തതായിരിക്കും, എന്നാലും ഇതും ചെറിയ ചൂടിൽ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. റോസ്റ്റായി ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ ഇതും പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ 3 പരിപ്പും നമ്മൾ ഒട്ടും എണ്ണ ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തതാണ്. അടുത്തായിട്ട് കുറച്ച് ഉണക്കമുളക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ചിട്ട് എടുക്കാം. ഇതൊരു മീഡിയം എരിവുള്ള മുളകാണ്. കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെ എടുക്കാം. ചെറിയ തീയിൽ 2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. ഒട്ടും കരിഞ്ഞു പോവാതെ ഇതുപോലെ വറുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് ചേർക്കാം. കുരുമുളകിന്റെ ചെറിയൊരു ടേസ്റ്റ് മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് 3ഉം കൂടെ ലോ ഫ്ലെയിമിൽ ചൂടാക്കണം. കറിവേപ്പിലയൊക്കെ ചൂടായി നല്ല ക്രിസ്പി ആവും. ഇതുപോലെ റെഡിയായിട്ട് ഇതും ആ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിവിടെ 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ ചതയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇതുവരെയുള്ള ഒന്നിനും എണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വെളുത്തുള്ളി ശരിക്കും റോസ്റ്റ് ആവില്ല. ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്തിട്ട് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വറുത്തെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇതുപോലെ വറുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയും നമ്മൾ പരിപ്പൊടി ഉണ്ടാക്കാനായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി 2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം. അളവ് കൂടുതലുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കായംപൊടി ചേർക്കാം. മുഴുവനോടെയുള്ള കായാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വെളുത്തുള്ളി റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കായവും ചെറുതാക്കി പൊട്ടിച്ചിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കുത്തരി ചോറിലേക്ക് ഈ പരിപ്പ് പൊടിയും ചെറിയ ചൂടുള്ള നെയ്യും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യിൽ കടുക് വറുത്ത് ഈ പൊടിയും ചോറും മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് അടച്ചു വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു 2 മാസം വരെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്